കാരാപ്പുഴ ഡാമിൽ നിന്നും വരുന്ന ഒരു വലിയ തോടാണിത്. ഇപ്പോഴിത് കാഴ്ചയ്ക്ക് കുഞ്ഞനാണെങ്കിലും മഴക്കാലമാകുമ്പം രൗദ്രഭാവം പൂണ്ട് വലിയ പുഴയായി മാറും. ഞാനിന്നൊരു വാഴക്കൊല കിട്ടുമെന്നറിയാൻ വേണ്ടി പറമ്പിലൂടെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു കാപ്പികളും കുഞ്ഞു കുഞ്ഞു കവുങ്ങുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ വാഴയുണ്ട്, വാഴ കാണുന്നുണ്ട്. ചിലതൊന്നും കുലച്ചിട്ടില്ല, ചിലതിൽ മൂക്കാത്ത കൊലയുണ്ട്. എനിക്കൊരു മൂത്ത ഏത്തക്കൊലയാണ് ആവശ്യം. ഇതൊരു റോബസ്റ്റ കൊലയാണ്. ഇത് പകുതിയേ മൂത്തിട്ടുള്ളൂ. അത് വെട്ടാൻ ഇനി 2 മാസം കഴിയണം. ഞാനങ്ങനെ നടന്ന് എവിടെയാണ് കൊലയുള്ളതെന്ന് ഇങ്ങനെ നോക്കി പോവുകയാണ്. എൻ്റെ ഉദ്ദേശം വെച്ച് അങ്ങേയറ്റത്ത് ഒരു 3-4 കൊല ഉണ്ടായിരുന്നു. അത് മൂത്തത് നോക്കണം, എന്നിട്ട് വേണം വെട്ടാൻ. ഈ ഭാഗത്തൊക്കെ ഞാലിപ്പൂവനാണ്. ഇവിടുന്ന് അങ്ങോട്ട് കാപ്പിത്തോട്ടമാണ്. കുറച്ച് പ്രായമുള്ള കാപ്പിത്തോട്ടങ്ങളാണ്. ഇതിൻ്റെ ഓരം ചേർന്ന് വേണം വാഴക്കൊല വെട്ടാൻ പോകാൻ. ഇവിടെ ഒരു കുഞ്ഞൻ കിണറൊക്കെ ഉണ്ട്. കിണറിൽ നിറച്ചും വെള്ളമുണ്ട്. ഇത് ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള കിണറാണ്. ഈ ഭാഗത്താണ് വാഴക്കൊല ഉള്ളത്. ഇവിടെയാണ് ഞാൻ കണ്ടുവച്ച വാഴക്കൊല. ഇപ്പോൾ കാറ്റത്തവൻ സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് കിടക്കുകയാണ്. എന്നാലും കേടുപാടൊന്നും പറ്റിയിട്ടില്ല, മൂത്തിട്ടുണ്ട്. ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, കയ്യോടെ വെട്ടിയേക്കാം. അപ്പോഴാണ് ആലോചിച്ചത് കത്തി എടുത്തിട്ടില്ലല്ലോ എന്ന്. ഇനി കത്തിയെടുത്ത് ഗിരീഷിനെയും കൂട്ടി വരാം. പുള്ളിക്കാരൻ വെട്ടി എൻ്റെ വണ്ടി കൊണ്ട് വെച്ച് തരും. എന്നാൽ പിന്നെ കൊല കണ്ടുപിടിച്ചല്ലോ, ഇനി തിരിച്ച് വന്ന വഴിക്ക് തന്നെ വീണ്ടും നടക്കാം.